അങ്ങനെ അങ്ങനെ പറയൂ. അതുമായിട്ട് ഇത് ബന്ധമൊന്നുമില്ല. അമ്മയുടെ അംഗത്തെ എടുത്തതിന് എല്ലാം നല്ല കാര്യം തന്നെ. ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അമ്മയുടെ പ്രശ്നങ്ങൾക്ക് കാരണം, അല്ലേ? സത്യമല്ലേ? അല്ലാതെ അമ്മ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല. എറിയുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്താ എന്ത് കാര്യം എറിയുന്ന പറഞ്ഞു? ചെളിയല്ല. ഞങ്ങളൊക്കെ പ്രായമാകുമ്പോ നല്ല ഒരു എമൗണ്ട് വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇമാതിരി തമ്മി തല്ലിക്കൊണ്ടിരുന്ന അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമായിരുന്നു? ആ സ്പോട്ടിൽ തന്നെ തീർക്കണമായിരുന്നു. രണ്ടെണ്ണം കൊടുത്താലും വേണ്ടില്ലായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ അടി ഇടി എന്തെങ്കിലും ആവട്ടെ. അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ എന്റെ അമ്മയുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് സുഖമില്ല, അതിന്റെ കാര്യം തുടങ്ങിയത് അപ്പോഴാണ് അമ്മ. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലോ, അമ്മ സംഘടന വിഷയം. അതാ തീർത്തോളും. ആർക്കും സപ്പോർട്ട് കാലമായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല, പോവാതിരുന്നത് നന്നായി ഇപ്പൊ തോന്നുന്നു. അത്രേ ഉള്ളൂ. പോരെ. എനിക്ക് സ്വർണത്തോട് അങ്ങനെ ഭ്രമമില്ല. ആ പൈസ കൂട്ടി വെച്ചാൽ അങ്ങനെ പറയൂ. അതുമായിട്ട് ഇത് ബന്ധമൊന്നുമില്ല. അമ്മയുടെ അംഗത്തെ എടുത്തതിന് എല്ലാം നല്ല കാര്യം തന്നെ. ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അമ്മയുടെ പ്രശ്നങ്ങൾക്ക് കാരണം, അല്ലേ? സത്യമല്ലേ? അല്ലാതെ അമ്മ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒരു സാധനം വാരി എറിയുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്താ എന്ത് വാരി എറിയുന്ന പറഞ്ഞു? ചെളിയല്ല. അതെറിയാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഒരു വർഷമായിട്ടും ബഡ്ജറ്റ് ഇതുവരെ ഇതൊന്നും എനിക്കറിയില്ലടാ. എന്ത് ബഡ്ജറ്റ്? എന്റെ വീട്ടിലെ വീട് പണി നടക്കാം, എന്റെ ബഡ്ജറ്റിനെ പറ്റി ഞാൻ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മേലെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നീ സംഘടനയെ നശിപ്പിക്കാതിരിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞു. നിസാര പ്രശ്നങ്ങൾ അപ്പൊ തന്നെ തീർക്കേണ്ടതായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കേണ്ടതായിരുന്നു. അത് ഇത്ര വലുതാക്കി നാട്ടുകാരെ അറിയിച്ച് അവർക്ക് ചിരിക്കാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു ന്യൂസ് ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് ജനങ്ങൾക്ക് എന്താ പ്രയോജനം? അതിപ്പോ കൈകൊട്ടി ചിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ മാറിയിരുന്ന് ഓരോരോ കോർണറിലിരുന്ന് ഗോസിപ്സ് പറയാനുള്ള ടോപ്പിക് ഇട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് വേണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോ തീർക്കുക എന്നുള്ളതായിരുന്നു വേണ്ടത്. ആ ഒരു അഭിപ്രായമുണ്ട്. സ്ത്രീകളുടെ നേതൃത്വമാറ്റം ഒരു എനിക്കറിയില്ല മോനെ, ഞാൻ സ്ത്രീകളുണ്ടായിരുന്നപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കുറെ ആയി. ആക്ച്വലി ഞാൻ മെമ്പറാണ്. ഞാനിപ്പോ ഒരു 10-15 വർഷത്തോളമായിട്ട് മെമ്പറാണ്. എനിക്ക് അതുകൊണ്ട് നല്ല ഗുണങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ സന്തോഷിച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പണ്ട് ഇപ്പൊ സിനിമാക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ജോലി അല്ലല്ലോ, ഇതിനൊന്നൊരു സ്ഥിരത ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്താ പെൻഷൻ ഉണ്ടോ മറ്റോ മറിച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാർക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് അവർക്കൊരു ഉത്തരം എന്നുള്ള നിലയിൽ നല്ല അന്തസ്സായിട്ട് നല്ലൊരു എമൗണ്ട് ഇവർക്ക് എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അസോസിയേഷൻ. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രായമായവർ ഒത്തിരി പേര് പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ പ്രായമാകുമ്പോൾ നല്ല ഒരു എമൗണ്ട് വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇമാതിരി തമ്മി തല്ലിക്കൊണ്ടിരുന്ന അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അപ്പൊ ഇമാതിരി തമ്മി തല്ലി ഗുണമുള്ള കാര്യങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റേ ഉള്ളൂ. അല്ലാതെ അസോസിയേഷൻ എപ്പോഴും നിൽക്കുന്നത് നല്ലത്. ആയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമായിരുന്നു? അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ നിങ്ങൾക്ക് ന്യൂസ് കിട്ടുള്ളൂ. നമുക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന അതെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രശ്നം അല്ലെ. ഇതാ ഞാൻ പറഞ്ഞ അസോസിയേഷനിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അത് ഇപ്പൊ പെൻഷനായിട്ട് മരുന്നുകൾ ഒക്കെ കൈപ്പറ്റുന്നവരുണ്ട്. മറ്റുള്ളവർ പണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ഇതിലൊക്കെ എന്താണ് സ്ഥിരത, ഈ ജോലിയിൽ എന്താണ് സ്ഥിരത എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു വലിയൊരു ഉത്തരവായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. കാരണം നമുക്ക് നല്ലൊരു എമൗണ്ട് പെൻഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മെഡിക്കൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാ അംഗങ്ങൾക്കും, ആവശ്യമുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ? അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനുമായുള്ള കമ്മിറ്റി മെമ്പേഴ്സും അല്ലാത്ത മെമ്പേഴ്സും എല്ലാവരും ആയിരിക്കണം. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ തല്ലി നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു അവസരം ആക്കി കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. കോപ്പി അടിച്ചു പറഞ്ഞാണോ? അല്ല, പിന്നെ ഞാനെന്ത് പറയാനാ? ഒരാളെ പറയുന്നുണ്ട്. അങ്ങനെ സത്യമല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ സംസാരിച്ച കാര്യം തന്നെയാണ് കൃഷ്ണ പറഞ്ഞത്. സത്യമാണ്. നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക, ഒരു കാര്യമില്ല. അല്ല, ഇങ്ങനത്തെ ഒരു ന്യൂസ് പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് ഇതിൽ നിന്നും പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല, ചിരിക്കാന്നല്ലാതെ അല്ലേ? അപ്പോ അങ്ങനെയുള്ളൊരു വിഷയം പുറത്തേക്ക് ഇട്ട് കൊടുക്കണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അതിശയത്തിൽ അപ്പൊ തന്നെ തീർക്കണമായിരുന്നു.